വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു എൻഗേജ്മെൻറ്റ്. അതുകൊണ്ട് ഏകദേശം ഒരു 3 ദിവസം മുന്നേയൊക്കെ തന്നെ പന്തലിട്ടു. ദീപ്തിക്ക് തന്നെ നന്നായി മൈലാഞ്ചി ഇടാൻ അറിയാവുന്നതുകൊണ്ട് അവൾ തന്നെയാണ് അവളുടെ കയ്യിലെ മൈലാഞ്ചി ഇട്ട് അതിൻ്റെ ഏകദേശം ട്രയൽ നോക്കിയതാണ് ആ പേപ്പറിൽ കാണുന്നത്. വലത് കയ്യിൽ മൈലാഞ്ചി ഞാനാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇടത് കയ്യിൽ മോതിരവും പിന്നെ ഫോട്ടോസിലൊക്കെ വരുന്നതുകൊണ്ട് ഇടത് കയ്യിൽ അവൾ തന്നെ ഇട്ടു. പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം എനിക്ക് അത്ര നന്നായിട്ട് മൈലാഞ്ചി ഇടാൻ അറിയില്ല. എന്തായാലും എനിക്ക് കിട്ടിയ അവസരം ഞാൻ കുഴപ്പമില്ലാതെ ഉപയോഗിച്ചു, വലിയ തിരക്കില്ലാതെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇപ്പോൾ മിനിമൽ ഡിസൈനാണല്ലോ മൈലാഞ്ചിക്കെല്ലാം ട്രെൻഡിങ്, അതുകൊണ്ട് തന്നെ ഒരു മിനിമലായിട്ടുള്ള രീതിക്കാണ് നമ്മൾ മൈലാഞ്ചി ഇട്ടത്. ദ ഡേ ബിഫോർ എൻഗേജ്മെൻറ്റ് അവർ സ്റ്റേജ് എല്ലാം സെറ്റാക്കാൻ തുടങ്ങി. എൻഗേജ്മെൻറ്റിലുള്ള സാധനങ്ങളെല്ലാം സെറ്റ്. അങ്ങനെ സ്റ്റേജ് സെറ്റായി. ഏകദേശം രാത്രിയാകുമ്പോഴേക്കും നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും വീട്ടിലെത്തിയിരുന്നു. ഷ്യാമിൻ്റെ അച്ഛനും അമ്മയും ഉച്ചയാകുമ്പോഴേക്കും എത്തി. പിന്നെ രാത്രി ആകുമ്പോഴേക്കും ഞങ്ങളുടെ ഏട്ടനും ഏടത്തിയമ്മയും എത്തി. സാധനങ്ങളെല്ലാം വാങ്ങി രാത്രി എത്തിയപ്പോഴാണ് ഞങ്ങൾ സ്റ്റേജിലൊക്കെ ശ്രദ്ധിച്ചത്. അവരതിൽ ബെറ്റർ ടുഗദർ എന്ന് എഴുതിയപ്പോൾ അതിൽ ഇക്ക് പകരം എ ആയിരുന്നു എഴുതിയത്. പിന്നെ ദീപ്തിൻ്റെ മുൻകൈ എടുത്ത് ബ്ലേഡും ഫെവിക്കോളൊക്കെ ഉപയോഗിച്ചിട്ട് ആ എ എങ്ങനെയൊക്കെയോ ഒന്ന് ഇ ആക്കി മാറ്റി.